20 വർഷത്തിന്റെ കാത്തിരിപ്പിനൊടുവിൽ 5 MLA-മാരിലൂടെ കോഴിക്കോട് കോൺഗ്രസിന്റെ മാസ് എൻട്രി. 2001-ലാണ് ഏറ്റവും അവസാനമായി കോൺഗ്രസിന്റെ MLA കോഴിക്കോട് നിന്നും നിയമസഭയിലെത്തിയത്. അന്ന് കോഴിക്കോട് 1-ൽ നിന്നും A. സുജനപാലും കൊയിലാണ്ടിയിൽ നിന്നും P. ശങ്കരനുമായിരുന്നു അവസാനമായി വിജയിച്ചത്. പിന്നീട് അധികാരം കിട്ടിയ തിരഞ്ഞെടുപ്പിൽ പോലും കോഴിക്കോട് നിന്നും ഒരു കോൺഗ്രസ് MLA-ക്കും സഭയിലെത്താൻ കഴിയാതെ പോയത് കോൺഗ്രസിനേറ്റ തിരിച്ചടിയായിരുന്നു. 2 പതിറ്റാണ്ട് നീണ്ട ആ നിരാശയാണ് ഇത്തവണ 5 MLA-മാരിലൂടെ ജില്ല തീർത്തിരിക്കുന്നത്. കോൺഗ്രസിന് 25 കൊല്ലമായി ജില്ലയിൽ നിന്ന് MLA ഇല്ല. ഞാൻ പറഞ്ഞു ഇത്തവണ MLA അല്ല MLA-മാർ ഉണ്ടാവുക. ദേവസായിച്ച് അതും പാലിക്കപ്പെടാൻ പോകുന്നു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. പ്രവീൺകുമാർ, KPCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് K. ജയന്ത്, വിദ്യാ ബാലകൃഷ്ണൻ, യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി KM അഭിജിത്ത്, KSU ജില്ലാ പ്രസിഡന്റ് VT സൂരജ് എന്നിവരാണ് ജില്ലയുടെ അഭിമാനമുയർത്തിയത്. 2 കോൺഗ്രസ് MLA-മാർ ഇത്തവണ ജില്ലയിൽ നിന്നുണ്ടാകുമെന്ന ആത്മവിശ്വാസം UDF ക്യാമ്പിനുണ്ടായിരുന്നു. എന്നാൽ മത്സരിച്ചവരെല്ലാം വിജയിച്ചു കയറിയത് അപ്രതീക്ഷിത നേട്ടമായി. നീണ്ട വർഷങ്ങൾക്ക് ശേഷം വിദ്യാ ബാലകൃഷ്ണനിലൂടെ ജില്ലയിൽ വനിതാ MLA കൂടി ഉണ്ടായെന്ന പ്രത്യേകത കൂടി ഇത്തവണയായി. കോഴിക്കോട് ജില്ലയിൽ ഒരു വനിത മാത്രമേ മത്സരിച്ചിട്ടുള്ളൂ. ആ വനിതയെ കേരളത്തിലെ അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ എലത്തൂരിലെ ജനം ഏറ്റെടുത്തു. ആകെ മൊത്തം അപ്രതീക്ഷിത ചരിത്ര നേട്ടത്തിനാണ് കോൺഗ്രസ് ജില്ലയിൽ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്.